ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജൂണിലെ മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്എ ക്വസ്റ്റ്യനാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ആൻഡ് ആഡ് ഓൺ എ നോട്ട് ഓൺ ഹൈപ്പോക്സിയ. ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ്ലി എപ്പോഴും ചോദിച്ചു കാണുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് റെസ്പിറേഷനും ആൻഡ് ഹൈപ്പോക്സിയ എന്താണെന്നുള്ളതാണ്. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനും ഹൈപ്പോക്സിയയും പറ്റിയിട്ടാണ്. ആൻഡ് 15 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നമ്മളിങ്ങനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്തിനാണ് ഈ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നതാണ്. ആൻഡ് എന്താണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ? റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ബോഡിയിലെ അല്ലെങ്കിൽ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ലെവലിൽ വരുന്ന വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോർമൽ ആ ഒരു കോൺസെൻട്രേഷൻ, അതായത് ബ്ലഡിലെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മളെന്താണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് നമ്മൾ ബേസിക്കലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സാണ്. ഇവരെന്ത് ചെയ്യും? നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഔട്ടർ ലൈൻ കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനൊരു ഫ്ലോ ചാർട്ട് നിങ്ങളെ ആൻസറിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആൻസറിന്. സോ ഇനി എങ്ങനെയാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതിന് ബേസിക്കലി 3 ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ആണുള്ളത്. ഒന്ന് നെർവസ് റെഗുലേഷനും, 2 കെമിക്കൽ റെഗുലേഷനും ആൻഡ് റിഫ്ലക്സ് റെഗുലേഷൻസും. ആദ്യത്തെ ടൈപ്പ് ഓഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് നെർവസ് റെഗുലേഷനാണ്. ഇതിന് ബേസിക്കലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സാണ്, അതായത് മെഡുലയും പോൺസും. ആൻഡ് ഇതിൻ്റെ മെഡുലറി സെൻറ്റേഴ്സിൽ പെട്ടിട്ടുള്ളതാണ് ഡിആർജിയും വിആർജിയും. എന്താണ് ഡിആർജി ആൻഡ് വിആർജി? ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്, ഇതാണ് ഡിആർജി. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഡുലറി ഏരിയയിലാണ്. ആൻഡ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ക്വൈറ്റ് റെസ്പിറേഷൻസിലെ ഇൻസ്പിറേഷൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഡയഫ്രത്തിലേക്ക് റിതമിക് ഇമ്പൾസസ് പാസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ആണ് എന്താണ്? വിആർജി, അതായത് വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്സ്. ഇത് പൊതുവേ നമ്മുടെ ഫോഴ്സ്ഫുൾ റെസ്പിറേഷൻ്റെ സമയത്താണ് ആക്റ്റീവ് ആവുന്നത്. ഇത് നമ്മുടെ ഇൻസ്പിറേഷനെയും എക്സ്പിറേഷനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റേഴ്സ് ആണ് പോണ്ടൈൻ സെൻറ്റേഴ്സ്. ഇതിലെ തന്നെ ആദ്യത്തെ ടൈപ്പ് ഓഫ് സെൻറ്ററാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അപ്പർ പോൺസിലായിരിക്കും. ഇതെന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്പിറേഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും റെസ്പിറേറ്ററി റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്ററാണ് അപ്ന്യൂട്ടിക് സെൻറ്റേഴ്സ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോവർ പോൺസിലായിരിക്കും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പ്രൊലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ഡെപ്ത് കൂട്ടാൻ കൂടെ ഇതെന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റേഴ്സാണ് ഹയർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പെടുന്നത് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സും ഹൈപ്പോതലാമസുമാണ്. സെറിബ്രൽ കോർട്ടെക്സ് ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ വോളണ്ടറി കൺട്രോൾസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ബ്രീത്തിങ് വേരിയേഷൻസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മെയിൻലി ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ സംസാരിക്കുമ്പം പാടുമ്പം ഒക്കെ നമുക്ക് എന്താണ് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. അതേമാതിരി ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് പറ്റാറുണ്ട്. എൻ്റെ അടുത്തതെന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇത് ബേസിക്കലി നമ്മുടെ ഫീവർ, പെയിൻ, ഇമോഷൻസ് ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മുടെ ബ്രീത്തിങ്ങിൽ വരുന്ന വേരിയേഷൻസിന് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റെഗുലേഷനാണ്. ഈ കെമിക്കൽ റെഗുലേഷനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ കീമോ റിസപ്റ്റേഴ്സ് എന്ന 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സും ഒന്ന് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സും. ആൻഡ് ഈ സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഡുല്ലയിലാണ്. ഇത് ബേസിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ്. ആൻഡ് ആ ഒരു വേരിയേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേഷൻ്റെ ഡെപ്ത് കൂട്ടുക എന്നുള്ളതാണ്.
നെക്സ്റ്റ് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് ആണ്. ആൻഡ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കരോട്ടിഡ് ബോഡീസിലും അയോട്ടിക് ബോഡീസിലുമാണ്. ആൻഡ് ഇതെപ്പോഴാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ബ്ലഡിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്താണ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതേമാതിരി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ pH ലെവൽ ഡിക്രീസ് ചെയ്താലൊക്കെയാണ് ഈ സ്റ്റിമുലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഈ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് റെസ്പിറേഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ റെസ്പിറേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് എക്സസൈസാണ്. നമുക്കറിയാം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് റെസ്പിറേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഫീവർ ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അപ്പോഴും റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ പ്രസൻസ് ഓഫ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയും റെസ്പിറേറ്ററി റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ടൈം ഓഫ് സ്ലീപ്പ്, അതായത് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എല്ലാവരും റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. ആ സമയത്ത് കൂടുതൽ എന്താണ് റെസ്പിറേഷൻ നടക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റെസ്പിറേറ്ററി റേറ്റ് സ്ലീപ്പിൻ്റെ സമയത്ത് കുറയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആങ്സൈറ്റി ഹൈപ്പർ വെന്റിലേഷനാണ്, അതായത് വെന്റിലേഷൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മുടെ ബ്ലഡിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും pHൻ്റെയും വേരിയേഷൻസ് എങ്ങനെയാണ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ആൻസറിൽ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പം കുറച്ചും കൂടെ എന്തായിരിക്കും, അത് പ്രസൻറ്റബിൾ ആയിരിക്കും. ആൻഡ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ കൂടെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഹൈപ്പോക്സിയെ പറ്റിയിട്ട്. ഒരു നോട്ട് ഹൈപ്പോക്സിയെ പറ്റി എഴുതാൻ പറഞ്ഞിട്ട് ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പം നോർമലി 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ 10 മാർക്കിനും ഹൈപ്പോക്സിയ 5 മാർക്കിനും ആയിരിക്കും നിങ്ങൾ മാക്സിമം എഴുതേണ്ടിയിരിക്കുക. ആൻഡ് ഹിയർ എന്താണ് ഹൈപ്പോക്സിയ? ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂസിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈസ് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയാസ് പ്രസൻ്റ് ആണ്. നമ്മളിവിടെ പറയുന്നത് 4 ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയാണ്. ഈ ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ ഉണ്ടാകുന്നത് ആർട്ടീരിയൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയുന്നത് കൊണ്ടാണ്. പല റീസൺസ് കാരണം ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം. മേ ബി നമ്മളൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലങ് ഡിസോർഡേഴ്സ് വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കാം, ന്യൂമോണിയൻ്റെ പ്രസൻസ് കൊണ്ടായിരിക്കാം. ഇതുകൊണ്ടൊക്കെ ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അനീമിക് ഹൈപ്പോക്സിയയാണ്. ഇവിടെ അനീമിക് ഹൈപ്പോക്സിയ വരുന്നത് നോർമൽ ലെവൽ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബ്ലഡിൽ ഉണ്ടെങ്കിൽ പോലും ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എന്താണ് നമ്മുടെ ഹീമോഗ്ലോബിൻ കുറയും. അതായത് അനീമിക് കണ്ടീഷൻസ് ആയിരിക്കും, ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും ടിഷ്യൂസിലേക്ക് എത്തുന്ന ഓക്സിജൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് അനീമിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ പോയ്സണിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് സ്റ്റേഗ്നൻറ്റ് ഹൈപ്പോക്സിയാണ്, അല്ലെങ്കിൽ സർക്കുലേറ്ററി ഹൈപ്പോക്സിയ എന്നും കൂടെ നമുക്ക് വിളിക്കാം. ഇത് നമ്മുടെ ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ഫെയിലിയറോ ഷോക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയാണ്. അതായത് നമ്മുടെ സെൽസിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും ആ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സയനൈഡ് പോയ്സണിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് പോയ്സണിങ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്. എങ്ങനെയാണ് ഹൈപ്പോക്സിയ നമുക്ക് ക്ലിനിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ആ ഒരു കണ്ടീഷൻ വരുമ്പം ബ്രീത്ത്ലെസ്നെസ് ഉണ്ടായിരിക്കും, സയനോസിസ് ഉണ്ടായിരിക്കും, ട്രക്കികാർഡിയ എല്ലാ ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, റെസ്റ്റ്ലെസ്നെസ് കാണാം, ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും, കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ഫെറ്റീഗ് ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ ഹയർ സിവിയർ കേസസിൽ നമുക്ക് എന്താണ് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന കണ്ടീഷൻ വരെ നമുക്ക് കാണാം. ആൻഡ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ഇതിന് ബേസിക്കലി എന്താണോ അതിൻ്റെ കോസ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. 1 നമുക്ക് ഓക്സിജൻ തെറാപ്പി കൊടുക്കാം,
പിന്നെന്താണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം. അനീമിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി അത് ഡീൽ ചെയ്യാം. പിന്നെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ആൻഡ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡയഗ്രത്തിൽ ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആയിട്ട് ഈ ഒരു ആൻസർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കൂടെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമ്മളെന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സും പോയിൻറ്റ്സും എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ഇതുപോലെ എഴുതാതെ കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ മാറ്റി കുറച്ചും കൂടി പ്രസൻറ്റബിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവതരിപ്പിക്കാൻ പറ്റും. സോ കുറച്ചും കൂടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എസ്സേയിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ഒരു ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലൊരു മാർക്ക് സ്കോർ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.